ഡോക്ടർ ലൈക്ക് യു സെഡ് നമ്മൾ ടമ്മി ടക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ആണല്ലോ. ഈ ഫാറ്റ് ഡെപ്പോസിറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന വേറൊരു പ്രൊസീജിയറാണ് ലിപ്പോസക്ഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ആക്ച്വലി? ആക്ച്വലി ഫാറ്റ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത്. ടമ്മി ടക്ക് ഈസ് എ പ്രൊസീജിയർ. അതിൽ ഈ അബ്ഡമിനുള്ള ഡിഫോമിറ്റീസ്, ലൂസ് സാഗി സ്കിൻ, പിന്നെ മസിലിൻ്റെ അകൽച്ച, ഡക്ടസ് ഡൈവേരിക്കേഷൻ, അതിനെ ടൈറ്റൻ ചെയ്യുന്ന പ്രൊസീജിയർ, ഇതിനെ കമ്പൈൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് ടമ്മി ടക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർക്ക് ചില സ്റ്റെപ്പ് ബേൺ ഫാറ്റ് കാണും, എന്ന് വെച്ചാൽ ഫാറ്റ് ദാറ്റ് ഡസൻ ഗോ ബൈ ഡയറ്റിംഗ് ഓർ എക്സസൈസ്. അപ്പം അങ്ങനത്തെയൊക്കെ ചില ഏരിയയിൽ ആ ഫാറ്റ് ഉണ്ടെങ്കിൽ അതൊരു അബ്നോർമൽ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിന് ആ ഫാറ്റ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ സംടൈംസ് ഇറ്റ് ഈസ് ഡൺ സ്റ്റാൻഡ് അലോൺ പ്രൊസീജിയർ, അതല്ലെങ്കിൽ ഇതേപോലത്തെ ടമ്മി ടക്ക് പ്രൊസീജിയറിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. അപ്പം ഇതൊരു കോംപ്ലിമെൻ്ററി പ്രൊസീജിയറായിട്ട് ചെയ്യുമ്പം അവർ കുറച്ചും കൂടി ബെറ്റർ ബോഡി കോണ്ടൂർ ചെയ്യാൻ കൊടുക്കുക. അപ്പം ലൈപ്പോസക്ഷൻ ഒരു ഫാറ്റ് റിമൂവൽ സർജറിയാണ്. റീസെൻ്റ്ലി ഡോക്ടർ ഒരാൾ നമ്മൾ ലൈപ്പോസക്ഷൻ്റെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് ആൻഡ് ദാറ്റ് പേഴ്സൺ ആക്ച്വലി ഇറ്റ് എഫക്റ്റഡ് ദാറ്റ്സ് ഫിംഗേഴ്സ് ഒരു പ്രൊസീജിയറിന് ശേഷം. സോ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് വരാനുള്ള റീസൺസ് എന്തായിരിക്കും? ലൈക്ക് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? എന്തൊക്കെയായിരിക്കും? വൈ വുഡ് ദാറ്റ് ഹാപ്പൻ? See, any surgery has its risk, its benefit, complications and all. So, and liposuction is a procedure which is one of a kind, like most widely practiced cosmetic surgery worldwide. Okay, so a liposuction is a surgical procedure. So it has its risk, it has its complication, it has definitely benefit. That's why people are doing. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിന് ചില റിസ്ക്കും കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഒരു പ്രൊസീജിയർ ചെയ്യാൻ വരുമ്പം വി വിൽ എഡ്യൂക്കേറ്റ് ദം. സോ വൈ യു വാണ്ട് ടു ഡു ദിസ്, അപ്പോൾ ചെയ്താൽ എങ്ങനെ ബെനിഫിറ്റ് വരും, പിന്നെ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ എല്ലാ സർജറി പോലെ ബ്ലീഡിങ് റിസ്ക് ഫാക്ടറാണ്, ഇൻഫെക്ഷൻ റിസ്ക് ഫാക്ടറാണ്, ഹീലിംഗ് ഒരു ഏരിയ ഹീൽ ചെയ്യാൻ റിസ്ക് ഫാക്ടറാണ്. പിന്നെ ചിലതൊക്കെ റെയർ കോംപ്ലിക്കേഷൻസ് കാണും. അപ്പോൾ റെയർ കോംപ്ലിക്കേഷൻ സർജറി കഴിഞ്ഞ് ചിലരുടെ BP കുറയാം. അപ്പം കുറേ കാരണം കൊണ്ട് വരാം. അപ്പം അത് വരാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും അതിന് മുൻകരുതിയായിട്ട് നമ്മൾ ഒരു അനസ്തെറ്റിക് ചെക്കപ്പ് ഡോക്ടറൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് സർജിക്കലി ഫിറ്റ് ആണെങ്കിൽ ചെയ്യത്തുള്ളൂ. വൺസ് ഈ ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളെടുക്കും നമ്മൾ വീണ്ടും ആ ഒരു പഴയ സ്റ്റേറ്റിലേക്ക് വരാം? ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നോർമൽ ഹ്യൂമൻ ബോഡി ഇല്ല, അപ്പോൾ നമുക്ക് വീണ്ടും ഡെപ്പോസിറ്റ് വരാം. എത്ര നാളതിൻ്റെ ഒരു എഫക്റ്റ് ലാസ്റ്റ് ചെയ്യും? To understand fat deposition, first of all, like മെയിലും ഫീമെയിലും ഫാറ്റ് ഡെപ്പോസിഷൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. സോ യൂഷ്വലി ഫാറ്റ് ഡെപ്പോസിഷൻ നമുക്ക് സാധാരണയായിട്ട് കാണുന്ന സ്കിന്നിൻ്റെ താഴെ സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് എന്ന് പറയും. അതല്ലാതെ തന്നെ ആമാശയത്തിൻ്റെ ഇടയിൽ, ഇപ്പോൾ ഇൻറ്റർണൽ ഓർഗൻസിൻ്റെ ഒക്കെ ഇടയിൽ അതിന് വിസൽ ഫാറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ട് കോമ്പണൻ്റ് ആണുള്ളത്. അപ്പോൾ ലൈപ്പോസക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കിന്നിൻ്റെ താഴെയുള്ള ഫാറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. വിസൽ ഫാറ്റ് ഈ ഒരു പ്രൊസീജിയർ വഴി ശരിയാക്കാൻ പറ്റത്തില്ല. യൂഷ്വലി അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്താലേ വിസൽ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ സ്കിന്നിൻ്റെ താഴെയുള്ള ഫാറ്റ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ. ചെറിയ സ്കിന്നിലൊരു മുറിവ്, ഒരു 5 mm 8 mm മുറിവ്, ഇപ്പോൾ കീ ഹോൾ സർജറി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ കുഴലിട്ടിട്ട് ഈ ഫാറ്റ് വലിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ പ്രൊസീജിയർ. ഇത് സാധാരണ ചെയ്യുന്നത് ഒരു ചെറിയ സെഡേഷൻ അല്ലെങ്കിൽ ചെറിയ മയക്കം കൊടുത്തിട്ട് അതിലൊരു ഫ്ലൂയിഡ് ഇൻജെക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ വികസിപ്പിച്ചിട്ട് ആ ഒരു ഫാറ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഫാറ്റ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ പല ടെക്നോളജി ഉണ്ട്. ലേസറുണ്ട്, അൾട്രാസൗണ്ട് മെത്തേഡുണ്ട്, പിന്നെ പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ. ഇതൊക്കെ വെച്ചിട്ട് ആ ഫാറ്റ് റിമൂവ് ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി ഒരിക്കലും ആ ഫാറ്റ് 100% റിമൂവ് ചെയ്യത്തില്ല. ടു ഗെറ്റ് എ സെറ്റൽ ഓർ ഒരു നാച്ചുറൽ അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടി ഒരു ലെയർ ഓഫ് ഫാറ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ റിമൈനിങ് ഫാറ്റ് റിമൂവ് ചെയ്യത്തുള്ളൂ. So when we do that, there is an amount of fat that is അവിടെ ബാക്കി വരുന്നത്. അപ്പം റിമൂവ് ചെയ്ത ഫാറ്റ് ഡെഫിനറ്റ്ലി അക്യുമുലേറ്റ് ചെയ്യത്തില്ല. അപ്പം ഉള്ള ഫാറ്റ് തന്നെ ഇഫ് വി ഡോണ്ട് മെയിൻറ്റെയിൻ എ ഗുഡ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ് ഓർ എക്സസൈസ്, ആ ഫാറ്റ് വീണ്ടും വികസിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡോക്ടർ, ഓൾ ദീസ് പ്രൊസീജിയേഴ്സ് ആർ ഡൺ ഫോർ ബോഡി കോണ്ടോറിങ്. നമുക്ക് കുറച്ച് സെൽഫ് കോൺഫിഡൻസ്, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു വേറൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ. ഒരുപാട് ഇംപ്ലാന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയം. അപ്പോൾ ഡോക്ടറിന് അത്തരത്തിലുള്ള പേഷ്യൻസ് ഇങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ദേ വിൽ ബി ഹാവിങ് എ സൈസ് ഇൻ ദർ മൈൻഡിലെ, അവർക്ക് ഇന്നൊരിത്. പക്ഷെ ഡോക്ടറാണോ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് എവറി ബോഡി ടൈപ്പ് ഇസ് ഡിഫറെന്റ്. അപ്പോൾ അതിന്റെ സൈസ് സജസ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണോ പേഷ്യൻസ് ആണോ? വാട്ട് ഇസ് ഹാപ്പനിങ് ദേർ? മോസ്റ്റ്ലി ഇങ്ങനത്തെ ഒരു സർവീസിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് ദേ വിൽ ബി വെരി ഇൻസെക്യൂർ അബൌട്ട് ദെയർ സൈസ് ഓഫ് ദ ബ്രസ്റ്റ്. അപ്പം അതിനുകൊണ്ട് സൈക്കോളജിക്കലി ഡെഫിനറ്റ്ലി എഫക്റ്റ് ആകുന്നവരാണ്. അപ്പം സോ യൂഷ്വലി അവർക്ക് വോളിയൂം വളരെ കുറവായിരിക്കും.
സോ മെനി പീപ്പിൾ ആസ്ക് ഒരു നോർമൽ സൈസ് മതി എന്ന രീതിയിലായിരിക്കും. സം പീപ്പിൾ ആസ്ക് കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ വേണം, ഉള്ള ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുതൽ വേണം. സോ വി സിറ്റ് ആൻഡ് ഡിസ്കസ് വിത്ത് ദം, വിൽ ഷോ ഫോട്ടോസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. വി ഓൾസോ ഇപ്പം കുറേ ആപ്പ് വഴി ഇല്ലെങ്കിൽ ദർ ആർ മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ പ്ലാൻ വെർച്വലി ഓൺ ദ ആഫ്റ്റർ ടേക്കിംഗ് ഫോട്ടോസ് ഇത്രയും ഓഗ്മെൻറ്റ് ചെയ്താൽ ഹൗ ഷീ വിൽ ലുക്ക് ഇൻ ഹർ ബോഡി. അത് വെച്ച് നമുക്കൊരു വെർച്വൽ ഡിസ്കഷൻ വെച്ചിട്ട് അവർക്ക് ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും. കറക്റ്റ് ഇറ്റ് ക്യാൻ ബി പോസിബിൾ. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, നമ്മൾ പണ്ടത്തൊക്കെ ട്രെൻഡ് ആൾക്കാർ ദേ യൂസ് ടു ആസ്ക് ഫോർ വെരി ലാർജ് സൈസ് ഇംപ്ലാന്റ്സ് ആൻഡ് ഓൾ, which looks not very natural. And nowadays people are more towards a natural look, so ഒരു subtle change വരുന്ന രീതിയിൽ. So we suggest like it is always better to have a natural look, so don't go for too much volume. And this much volume average ഒരു 250 to 350 ആ റേഞ്ചിൽ നിൽക്കുന്നതാണ് യൂഷ്വലി ഒരു recommended average for a breast to have in their natural appearance. So it is a mutual decision, but definitely patient, if they want a particular volume, we can plan and we can do that procedure. I think പേഷ്യൻസിന് ആ ഒരു മൈൻഡ് സെറ്റ് വരാൻ കാരണം തന്നെ വി ഹാവിങ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഗ്ലോബലി. ഒരുപാട് പേര് നമ്മൾ കാണുന്നവരുണ്ട്. അപ്പോൾ അവര് ഓൺ വൺ ഡേ വൺ റാൻഡം ഡേ മൈറ്റ് ബി ഹാവിങ് ഭയങ്കര ബിഗ് ബ്രസ്റ്റ് വിത്ത് യു നോ വെരി സ്മോൾ like we said hourglass body. അങ്ങനെയുള്ളവരുണ്ടാവും. The next day they'll be reducing their breast, and the people who went after the surgeries may be like, okay, what is happening? So അത്തരം ട്രെൻഡുകൾ വരുന്നതും ഇതിനൊരു ഈ കൂടുതലായിട്ടും ബ്രസ്റ്റ് ഓഗ്മെന്റേഷനുള്ള സർജറിക്കും റീസൺസ് ആവുന്നത് ഡോക്ടർ തോന്നിയിട്ടുണ്ട്. So when you read about the beauty concept, so it varies from time period. It was not the how people want the beauty now. It was different when in old time. And also geographical location. So different continents, different country, they have a different beauty pattern. So some people they have like more is the better. But some areas, some location they want like normal looking, or maybe less is okay for them. So it is like individual choice. But now there is something known as social media, which influences a lot. So any attention to particular area, if it is shown like that, people tell this is the trend and they will go after that. But it's really weird. We never go for that. We always tell them the natural look is always better. So, but if you want to opt, then we can definitely do, but it is not natural. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി ഐ സോ മീം. സോ നമ്മൾ മീമിലൊക്കെ കാണുന്ന എല്ലാം സത്യമാവണമെന്നില്ലല്ലോ. സോ ഐ വോണ്ട് ടു ആസ്ക് യു, ഇറ്റ് ഇസ് ദറ്റ് ഐ സോ മീം വിച്ച് സെഡ് വെൻ ആർക്കിയോളജിസ്റ്റ് ഡിഗ് ഔട്ട് ദ ബോഡി 1000 or 1500 years later, നമ്മുടെ ഇപ്പോഴത്തേക്ക് ബോഡി എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി വിമൻ സ്കെൽട്ടൺ ഉണ്ടാവും ആൻഡ് ദർ വിൽ ബി 2 silicone ഇംപ്ലാന്റ്സ്. ഇസ് ഇറ്റ് ട്രൂ? അത് ഡികമ്പോസ് ആവുമോ? So yeah, so breast augmented and the size കൂട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സിലിക്കോൺ ഇംപ്ലാന്റ്. ആൻഡ് സിലിക്കോൺ ഈസ് ഇനേർട്ട് സബ്സ്റ്റൻസ്. നമ്മുടെ ബോഡി ദ്രവിച്ചു പോയാലും സിലിക്കോൺ അതുപോലെ തന്നെ കാണും. So what the meme says is true. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് പോയില്ല. It will be like that only. So maybe that will be a future. Like അങ്ങനെ വരാം. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഇംപ്ലാന്റ്സ് വെച്ച് വ്യക്തികൾക്കൊക്കെ വൈൽ ദേ ആർ പ്രഗ്നൻസിക്ക് ശേഷം ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്തൊക്കെ അതിന് ട്രബിൾ ഉണ്ടാവും. സോ ഹൗ ഡസ് ദാറ്റ് വർക്ക്? സോ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സിലിക്കോൺ ഇംപ്ലാന്റ് വെക്കുന്നത് ബ്രസ്റ്റ് ടിഷ്യൂവിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്ന ആ ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ താഴെ അല്ലെങ്കിൽ മസിലിൻ്റെ താഴത്തെ ഒരു പ്ലെയിനിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട്, അറിയാൻ പറ്റാത്ത മുറിവുണ്ടാക്കിയിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഒരു ഹാർഡ്ലി 1 to 1.5 hours എടുക്കുന്ന ഒരു പ്രൊസീജിയർ. സോ വെൻ ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റിംഗ് ദ ബ്രസ്റ്റ് ടിഷ്യൂ. സോ ഡെഫിനറ്റ്ലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്തില്ല. സപ്പോസ് ഡോക്ടർ ഒരു വ്യക്തി നമ്മുടെ ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് ചെയ്തു, പക്ഷെ ദറ്റ് കമ്മിങ് ഇൻ ദ ഫാക്ട് ദറ്റ് ആൾ നല്ല വണ്ണം വെച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് പേഴ്സൺ വോണ്ട് സം ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് ചെയ്തു, ആ സർജറി ചെയ്തു, ശേഷം ഡ്യൂ ടു സം അതർ മെഡിക്കൽ ഫാക്ടേഴ്സ് ആൾ വണ്ണം കുറഞ്ഞു, ആൾ മൊത്തത്തിൽ ശരീരത്തെ ഫാറ്റ് ലോസ് ആയതിനു ശേഷം ഇഫ് ദറ്റ് പേഴ്സൺ വോണ്ട്സ് ടു റിമൂവ് ഇറ്റ്, അത് പോസിബിൾ ആണോ? ഡെഫിനറ്റ്ലി നമ്മൾ വെച്ച സാധനം തിരിച്ചെടുക്കാൻ ഫുൾ ഡിഫോമിറ്റി മൊത്തത്തിൽ അപ്പോൾ അത് പ്രസന്റ് ആവില്ലേ? പ്രസന്റ് ആവും. ഡെഫിനറ്റ്ലി നമ്മൾ ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെക്കുന്ന വോള്യൂമിന് വേണ്ടിയാണ്. സോ അതെടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചുള്ള വോള്യൂം ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ അത്രയും വോള്യൂം പോകുമ്പോൾ ചെറിയൊരു സാഗിനെസ്സും വരും. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രൊസീജിയർ നടക്കുമല്ലോ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ പ്രൊസീജിയറിൽ, യു സെഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്
ഇംപ്ലാന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇംപ്ലാന്റ്സ്? സോ ഈ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹെമിസ്ഫിയർ പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഒരു മെറ്റീരിയലാണ്. സോ ഇറ്റ് ഹാസ് എൻ ഔട്ടർ കോട്ടിംഗ് ആൻഡ് ഇറ്റ് ഹാസ് എൻ ഇന്നർ മെറ്റീരിയൽ. സോ ഇന്നർ മെറ്റീരിയൽ ഈസ് ലൈക്ക് എ ജെൽ, ഔട്ടർ ഈസ് ലൈക്ക് എ ഷീറ്റ്. ഓക്കെ, സോ ബോത്ത് ആർ സിലിക്കോൺ. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി വൈസാണ് അത് ജെൽ ഫോമിലും മറ്റ് ഷീറ്റ് ഫോമിലും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി പാറ്റേണും ഈ ഔട്ടർ ഷെല്ലിൻ്റെ പാറ്റേണിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. പിന്നെ അതിൻ്റെ ഷേപ്പിനെ വെച്ചിട്ട് റൗണ്ട് ഇംപ്ലാന്റ്സും അനാറ്റമിക്കൽ ഇംപ്ലാന്റ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നേരത്തെയൊക്കെ സിലിക്കോൺ അല്ലാതെ സെലൈൻ ഇംപ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇംപ്ലാന്റ് ഇതേപോലെ സിലിക്കോണിൻ്റെ ഒരു ഷീറ്റ് കാണും, പക്ഷേ അതിൻ്റെ അകത്തുള്ള സബ്സ്റ്റൻസ് സെലൈൻ വാട്ടർ ആയിരുന്നു. അപ്പോൾ അത് ഇപ്പം കുറച്ചും കൂടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സിലിക്കോൺ ഇംപ്ലാന്റ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് അബൌട്ട് ദ ഷേപ്പ്, പിന്നെ ഔട്ടർ ഷെല്ലിൻ്റെ ടെക്സ്ചറിൻ്റെ പാറ്റേൺ വെച്ച് സ്മൂത്ത് ആണോ അല്ലെങ്കിൽ ടെക്സ്ചർഡ് ആണോ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംപ്ലാന്റ്സ്. സോ വി ക്യാൻ ഡിസ്കസ് ഓൾ അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വി ക്യാൻ ചൂസ് ഇംപ്ലാന്റ് ദാറ്റ് ഫിറ്റ്സ് ഫോർ ദ പേഷ്യൻറ്റ്. പിന്നെ ഡോക്ടർ, നാച്ചുറലി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, അതായത് നമുക്ക് വെൻ ഇറ്റ് കംസ് ടു ഫീമെയിൽസ് അവർ വൺ ബ്രസ്റ്റ് ഇസ് സ്മോളർ ദാൻ ദി അതർ എന്ന് പറയുന്നുണ്ട്. അത് മൈനർ ആയിട്ട് നമ്മൾ പൊതുവെ കാണുന്നതാണ്, പക്ഷെ അത് ഓൺ ദി എക്സ്ട്രീം ലെവൽസ് നമ്മൾ പല പേഷ്യൻസിലും ഡോക്ടർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വൺ സൈഡ് മാത്രമായിട്ട് ഇങ്ങനത്തെ ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ഡെഫിനറ്റ്ലി. നമുക്ക് ബോഡി ഒരു നമ്മൾ പകുതിയായിട്ട് മുറിക്കുകയാണെങ്കിൽ വൺ സൈഡ് ഈസ് നെവർ സെയിം ആസ് ദ അതർ സൈഡ്. ദർ ഈസ് ഡെഫിനറ്റ്ലി അസിമിട്രി. സെയിം ആപ്ലിക്കേറ്റ്സ് ഫോർ ബ്രസ്റ്റ് ഓൾസോ. അപ്പം ബ്രസ്റ്റും ഒരിക്കലും സെയിം ആവണമെന്നില്ല. അപ്പം മൈനർ ബ്രസ്റ്റ് ഡിഫറൻസ് ഈസ് ഫൈൻ, അക്സെപ്റ്റബിൾ. ബട്ട് മേജർ ഡിഫറൻസ് ഉണ്ട്. ചിലർക്ക് ഒരു ബ്രസ്റ്റ് ചെറുതും മറ്റത് വളരെ അധികം വലിപ്പമുണ്ട്. അപ്പം അതിന് നമുക്ക് അതിൻ്റെ ഷേപ്പ് സെയിം ആക്കാനും സൈസ് ഷേപ്പ് ആക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഏകദേശം ഒരു നോർമൽ ബ്രസ്റ്റ് ആണെങ്കിൽ ആ നോർമൽ ബ്രസ്റ്റിൻ്റെ സൈസിൽ വരുത്താൻ വേണ്ടി അതിന് മറ്റേ ബ്രസ്റ്റിന് മാത്രം ഓഗ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലാന്റ് വയ്ക്കാൻ പറ്റും. ഇത് ചെയ്താലും ചിലപ്പം ആ നോർമൽ ബ്രസ്റ്റിനും ചെറിയ രീതിയിൽ സാഗിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനും ഒരു പ്രൊസീജിയർ, ബ്രസ്റ്റ് ലിഫ്റ്റ് പ്രൊസീജിയർ വഴി നമുക്ക് ചിലപ്പോൾ ഓൾമോസ്റ്റ് സിമെട്രിക്കൽ അപ്പിയറൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു കേസ് വന്നാൽ ഇത് സംതിങ് ടു വറി അബൌട്ട്? അങ്ങനെ ഒരു ഇത് വന്നാൽ അപ്പം ഇത് മോസ്റ്റ്ലി അങ്ങനെ ഒരാൾ വരുന്ന അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അവർക്കൊരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് വരുന്നത്. അപ്പം മോസ്റ്റ്ലി അവരെ തന്നെ മിററിൽ നോക്കുമ്പോൾ ദേ വിൽ ഫീൽ ഇൻസെക്യൂർ. സംടൈംസ് ദ പാർട്ട്ണർ മൈറ്റ് നോട്ട് ബി വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദം ബിക്കോസ് ഓഫ് ദീസ് ഡിഫറൻസസ്. സോ ഡെഫിനറ്റ്ലി അതുകൊണ്ട് അവർക്ക് നോർമൽ ബ്രസ്റ്റിൻ്റെ ഫങ്ഷനൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് കോസ്മെറ്റിക് അപ്പിയറൻസ് ഫോർ ദ റീസൺ ദേ കം ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ.